അങ്ങനെയാണ് ഓരോ മതങ്ങളിൽ ജനിച്ച് വളർന്നു വരുന്ന വിവിധങ്ങളായ മതസ്ഥർ ഉണ്ടായി വരുന്നത്. അതേസമയത്ത് ഇവിടെ വിവിധങ്ങളില്ല. എല്ലാ മനുഷ്യരൂപത്തിലും ഏക പരമാത്മാവായ പ്രപഞ്ചനാഥൻ മാത്രമേ. രക്ഷിതാക്കളിൽ നിന്ന് ജന്മം കൊള്ളുന്നവർ, അതായത് രക്ഷിതാക്കളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവർ ചെയ്യുന്നതും പറയുന്നതും കേട്ട് പഴകി അതങ്ങനെ ദൃഢമായി വളർന്നു വരുന്നതാണ്. പിന്നെ വലുതായി വരുമ്പോൾ അവരോട് ഒരാൾ മാറ്റി പറഞ്ഞാൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, സ്വീകരിക്കാൻ കഴിയില്ല. അതവിടെ അരക്കിട്ട് ഉറപ്പിച്ചു പോയി. അങ്ങനെയാണ് ഓരോ മതങ്ങളിൽ ജനിച്ച് വളർന്നു വരുന്ന വിവിധങ്ങളായ മതസ്ഥർ ഉണ്ടായി വരുന്നത്. അതേസമയത്ത് ഇവിടെ വിവിധങ്ങളില്ല. എല്ലാ മനുഷ്യരൂപത്തിലും ഏക പരമാത്മാവായ പ്രപഞ്ചനാഥൻ മാത്രമേ. ആ പരമാത്മാവ് ആ ശരീരത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ എല്ലാ ശരീരത്തിലൂടെയും പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ച് പോകുന്ന ഏക പരമാത്മാവാണ് പ്രപഞ്ചനാഥനാണ്. ആ പരമാത്മാവ് ഏതെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ അവനില്ലല്ലോ. അപ്പോൾ ഉള്ളത് പരമാത്മാവാണ്. അപ്പോൾ വിവിധ ജാതി മത വിഭാഗങ്ങളില്ല. ഏക പരമാത്മാവിൻ്റെ ഏക ജാതി, ഏകഹിതവും മതവുമായേ ഉള്ളൂ. ഇതറിയാതെ പിന്നെ വിവിധ മതങ്ങൾ ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓരോ കാലങ്ങളിലും മനുഷ്യരെ സംസ്കരിക്കാൻ, മനുഷ്യരെ തെറ്റായ ഈ ധാരണയിൽ നിന്ന്, ഞാനെന്ന ദൈവത്തിൽ നിന്ന് വേറിട്ട ഞാനെന്ന തെറ്റായ ധാരണയിൽ നിന്ന് മനുഷ്യരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുപോയി ചേർത്ത് ദൈവികമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമമാണ് ഓരോ കാലത്തും ബോധോദയം സിദ്ധിച്ച ദൈവികമായവർ വന്നിട്ട് ആ ജനതയോട് സംസാരിച്ച് ആ ജനതയ്ക്ക് ബോധോദയം നൽകി ദൈവികമാക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ. അവരിൽ വിശ്വസിച്ചവരെല്ലാം ആ അദ്ദേഹത്തിൻ്റെ വിഭാഗമായി. അങ്ങനെ ഓരോ കാലത്തും വന്ന ബോധോദയം സിദ്ധിച്ച ജനതയിലേക്ക് വന്നവരെ വിശ്വസിച്ചവർ വിവിധങ്ങളായ മതങ്ങളും വിഭാഗങ്ങളായി മാറുന്നത്. പക്ഷേ ഇവിടെ ഇതൊന്നും തന്നെ ഓരോ കാലത്ത് വന്നതും വിവിധങ്ങളായ മതങ്ങളും വിഭാഗങ്ങളും അല്ല, ഏക പരമാത്മാവിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഈ മനുഷ്യരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് ഓരോ കാലത്ത് വന്നവരിലൂടെ നടക്കുന്നത്. ഇവിടെ സാധാരണ അവരിൽ വിശ്വസിച്ചവർ ആ മതം, ഇവരിൽ വിശ്വസിച്ചവർ ഇന്ന ആളുടെ മതം എന്ന വിവിധങ്ങളായി മാറുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ലാവരും ഏകമാക്കി ഇവിടെ കൃഷ്ണൻ, രാമൻ, യേശു, മുഹമ്മദ്, ബുദ്ധൻ, പിന്നെ ഗുരുനാനക്ക്, അങ്ങനെ അനവധി ദൈവികമായവർ വന്ന് ഓരോ കാലത്ത് ജനങ്ങളെയും ബോധോദയം നൽകി ദൈവത്തിലേക്ക് അടുപ്പിച്ച് ദൈവികമാക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാവരിൽ നിന്നുണ്ടായത്. അപ്പോൾ ഓരോരുത്തരെയും വിവിധങ്ങളായി വിഭാഗങ്ങളായി കണ്ട് വിവിധ മതങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ മതങ്ങളെയെല്ലാം വിഭാഗങ്ങളെല്ലാം ഏകമാണെന്ന് കാണിച്ച് അറിയിച്ച് ഏകമാക്കി തീർക്കലാണ് നമ്മുടെ ദൗത്യം.